വിഴിഞ്ഞം തുറമുഖം ഏറെ സവിശേഷതയുള്ള തുറമുഖമാണ് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സ്വാഭാവിക ആഴമെന്ന് പറയുന്നത് 18 മുതൽ 20 മീറ്റർ വരെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമെന്നും വിഴിഞ്ഞത്തെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിലെ തന്നെ ആദ്യ ഓട്ടോമേറ്റഡ് തുറമുഖമായും വിഴിഞ്ഞത്തെ കണക്കാക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് INTRV01 എന്നാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് തറക്കല്ലിടുന്നത് 2015 കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ മാസം 5-ാം തീയതി അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയാണ്. എന്നാൽ വിഴിഞ്ഞം തുറമുഖം ഭാഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് 2023 കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ മാസം 15-ാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. എന്നാൽ ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യുന്നത് 2025 മെയ് മാസം 2-ാം തീയതി ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായൊരു കപ്പലെടുക്കുന്നത് 2023 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ്. ചൈനയിൽ നിന്ന് പുറപ്പെട്ട ആ കപ്പലിൻ്റെ പേര് ഷെൻഹുവ 15 എന്നാണ്. എന്നാൽ രണ്ടാമതും ഒരു കപ്പൽ വരുന്നുണ്ട്. ആ കപ്പലിൻ്റെ പേരാണ് ഷെൻഹുവ 29. എന്നാൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്ത് എടുക്കുന്നു. ആ മദർഷിപ്പിൻ്റെ പേരാണ് സാൻ ഫെർണാണ്ടോ. എന്നാൽ അടുത്തിടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്ത് എടുക്കുന്നുണ്ട്. ആ കണ്ടെയ്നർ ഷിപ്പിൻ്റെ പേരാണ് MSC തുർക്കിയെ. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിലവിലെ CEO ശ്രീകുമാർ K നായറും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിലവിലെ MD ദിവ്യ S അയ്യരുമാണ്. വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി പറയുമ്പോൾ കേരളത്തിലെയും കേന്ദ്രത്തിലെയും തുറമുഖ വകുപ്പ് മന്ത്രിമാരെ പറ്റി കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവനും കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാളുമാണ്. വിഴിഞ്ഞം തുറമുഖം കേരളത്തിന് കൊണ്ടുവരാനിരിക്കുന്ന വികസന കുതിപ്പിനായി നമുക്ക് കാതോർക്കാം.